അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആണ്. അതിലേക്ക് ആവശ്യമായ ഒരു വലിയ സവാള, 5-6 പച്ചമുളക്, വേപ്പില എല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ ഉണക്കച്ചെമ്മീൻ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉണക്കച്ചെമ്മീൻ നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ കാലും എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി ആണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളത് വൃത്തിയാക്കി കഴുകി വാല വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊരു വിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നന്നായിട്ട് ഒരുവിധം മൊരിഞ്ഞ് വരണം. അപ്പോൾ അതിലേക്ക് നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ച് ഇനി നമ്മൾ പാൻ അടുപ്പത്ത് തന്നെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വേപ്പിലയും പച്ചമുളകും സവാളയും എല്ലാം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് വാടി വരണം. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ചെമ്മീൻ വറക്കുന്നത് എപ്പോഴും നമ്മൾ ചെറിയ തീയിലായിരിക്കണം. അപ്പോൾ അതിലേക്ക് ഈ സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളമയം, സവാളയുടെ വെള്ളമയം മാറിയിട്ട് വേണം നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റി വരണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ടെങ്കിൽ ചിലർക്ക് വെളിച്ചെണ്ണ കുറവ് മതിയായിരിക്കും, എന്നാലും ഒത്തിരി വെളിച്ചെണ്ണയിൽ വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് ചെമ്മീനും ഈ സവാളയും അരപ്പും എല്ലാം കൂടി അതിലേക്ക് നന്നായിട്ട് ചെയ്ത് അങ്ങനെ നന്നായിട്ട് അതിലേക്ക് എല്ലാം കൂട്ടി യോജിപ്പിച്ച് വരണം. അപ്പോൾ എല്ലാം ഇത് വരുമ്പോൾ വറുത്ത് നമ്മൾ കോരി എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്.